നമസ്കാരം. മതം പൊട്ടിയ പ്രഭാഷണവുമായി കേരളത്തിലെ മൗലവിമാർ സാംസ്കാരിക പരിസരത്തെ മലിനപ്പെടുത്താൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഇപ്പോഴിതാ വർഗീയതയും സ്ത്രീ വിഷയവുമൊക്കെയാണ് മൗലവിമാരുടെ പുതിയ വിവാദങ്ങൾ. ഇതൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എഡിറ്റോറിയൽ തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മതപ്രഭാഷണങ്ങൾ മാമാങ്കമാവുകയാണ്. വയല് ആഘോഷിക്കപ്പെടുകയാണ്. വയലിനെ ഒരു കലാരൂപമായാണ് ഇപ്പോൾ ജനങ്ങളും പ്രഭാഷകരും കാണുന്നത്. ഇങ്ങനെയൊക്കെ കണ്ടതുകൊണ്ടാകാം പ്രഭാഷകർക്ക് ഈ തരത്തിൽ ലക്കും ലഗാനുമില്ലാതെ പ്രസംഗിക്കാൻ കഴിയുന്നത്. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ ഒരിക്കലും ആ മഹാനുഭാവനോട് യോജിക്കാത്ത, ഒരു വാക്കുകൊണ്ട് പോലും യോജിക്കാത്ത ഒരു വ്യക്തിയുമായി താരതമ്യം ചെയ്യാൻ മലപ്പുറത്തിന്റെ മണ്ണിൽ വന്ന് ചങ്കൂറ്റം കാണിച്ച ഒരു രാഷ്ട്രീയക്കാരൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ചങ്കൂറ്റം കാണിച്ചത്? മലപ്പുറത്തെ യുവാക്കൾക്ക് ചങ്കുറപ്പ് നഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന ബോധം ആ പറഞ്ഞ പ്രഭാഷകന്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെയാണ്. ഒരു സംശയം അക്കാര്യത്തിലില്ല. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇത് പറഞ്ഞാൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത് പറഞ്ഞാൽ തങ്ങളോട് അനുവാദം പോലും ചോദിക്കാൻ നിൽക്കൂല. അബൂബക്കർ ജറാഹിന്റെ ചരിത്രം പറഞ്ഞതുപോലെ സ്വന്തം വാപ്പയാണെങ്കിൽ തല മലബാറിന്റെ മണ്ണിൽ കിടന്ന് ഉരുണ്ടുപോകുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്കും അങ്ങന്മാരോട് മതിപ്പ് കുറഞ്ഞു തുടങ്ങിയെന്നതിന്റെ തെളിവാണ്. നിങ്ങൾ ഇപ്പോൾ കേട്ടത് കേരളത്തിലെ പ്രമുഖനായ ഒരു മതപ്രഭാഷകന്റെ പ്രസംഗമാണ്. ആരാണെന്ന് പറയുന്നില്ല. കാരണം വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ എഡിറ്റോറിയലിന് ഒട്ടും താല്പര്യമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ഗൌരവപരമായ പരാമർശം, കേരളത്തിൽ തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ് എല്ലാവരും. അത് മലപ്പുറത്തെ ചെറുപ്പക്കാർ മാത്രമല്ല, കേരളത്തിലെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരോ യുവാക്കളോ മാത്രമല്ല, കേരള ജനത ഒറ്റക്കെട്ടായി ആ തങ്ങൾ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രം തങ്ങൾ കുടുംബത്തെയോ തങ്ങന്മാരെയോ ആരെങ്കിലും വിമർശിച്ചാൽ അവരെ പോയി തലവെട്ടണമെന്നുള്ള സംസ്കാരം ഈ തങ്ങന്മാർ ഇവിടുത്തെ കേരള ജനതയെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ എന്തിനാണ് പിന്നെ ഇങ്ങനെ പ്രഭാഷകന്മാർ വർഗീയത മുതലെടുപ്പ് നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്നത്? യൂട്യൂബിൽ തെറിയെന്ന് ടൈപ്പ് ചെയ്താൽ കേരളത്തിലെ മതപ്രഭാഷകരുടെ തെറിയഭിഷേകമാണ് കാണാൻ കഴിയുക. സഭ്യമായ ഭാഷയുപയോഗിച്ച് ഒരു മതപ്രഭാഷണവും നടക്കുന്നില്ല. മതപ്രഭാഷണ രംഗത്ത് മാന്യമായ സംസാരം എന്നത് അന്യമായിരിക്കുന്നു. മയക്കുമരുന്ന് മാഫിയ, മണൽ മാഫിയ, ബ്ലേഡ് മാഫിയ തുടങ്ങി പലവിധ മാഫിയകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മതപ്രഭാഷണ മാഫിയയും കേരളത്തിലെ ജനങ്ങൾക്ക് സുപരിചിതമായിരിക്കുന്നു. മത ആശയങ്ങൾ പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഇതര മതങ്ങളുടെ വക്താക്കളൊക്കെ അവരുടേതായ പല വ്യത്യസ്ത മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും മതപ്രഭാഷണം എന്ന് കേൾക്കുമ്പോൾ അത് മുസ്ലിം സമുദായത്തിന്റേതാണ് എന്നാണ് പൊതുധാരണ. അതിൽ തന്നെ ഭൂരിഭാഗവും സുന്നി ആശയക്കാരാണ് ഇത്തരത്തിലുള്ള മതപ്രഭാഷണങ്ങൾ നടത്താറുള്ളതും. മതപ്രഭാഷണമെന്ന സംവിധാനത്തെ ആശയപ്രചരണത്തിനും മദ്രസ, പള്ളി, സ്ഥാപന നിർമ്മാണങ്ങൾക്കുള്ള മാർഗമായുമാണ് പ്രധാനമായും ഉപയോഗിക്കാറുള്ളത്. ദീൻ പറയാൻ, അത് പഠിപ്പിക്കാൻ പഴയ കാലം മുതലേ ഗ്രാമങ്ങളിൽ നടന്നുവരുന്ന ഒന്നാണ് വയലു പരമ്പരകൾ അഥവാ പ്രഭാഷണ പരമ്പരകൾ. ചൂട്ടും കത്തിച്ച് വൈകുന്നേരം തന്നെ രാത്രിയിലേക്കുള്ള അന്നവും തയ്യാർ ചെയ്ത് പഴയ തലമുറയിലെ ജനങ്ങൾ ഒന്നടങ്കം വീടും പൂട്ടി പള്ളിമുറ്റത്തേക്ക് ഒഴുകുമായിരുന്നു. അതിൽ കുഞ്ഞു പൈതലിനെയും മാറോട് ചേർത്ത ഉമ്മമാരുണ്ട്. പ്രായാധിക്യം കാരണം വടികുത്തി നടക്കുന്ന ഉമ്മാമ്മമാരുണ്ട്. രോഗങ്ങൾ കൊണ്ട് കിടക്കുന്നവരെ താങ്ങിവരുന്ന ബന്ധുക്കളുമുണ്ട്. അന്നത്തെ കാഴ്ച അങ്ങനെയായിരുന്നു. മരണവും ഖബർ ജീവിതവും മഹ്ശറയും നരകശിക്ഷകളുമൊക്കെ കേട്ട് കണ്ണീർത്തുള്ളികൾ വീഴാത്ത ആരുമില്ലായിരുന്നു. കഴിവുള്ള മതപ്രഭാഷകന്മാർ മനസ്സിലാകുന്ന രീതിയിൽ കാര്യം അവതരിപ്പിച്ച് തിരികെ പോകുമ്പോൾ കമ്മിറ്റിക്കാർ നൽകുന്ന പണം എത്രയാണെന്ന് പോലും അവർ നോക്കാറുമില്ല. പ്രഭാഷണം ഏൽപ്പിക്കുമ്പോൾ അതിന്റെ തീയതി മാത്രമായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ. ഇന്ന് ആ സാഹചര്യമൊക്കെ മാറി. എങ്കിലും ആ പഴയ പാരമ്പര്യം മുറുകെ പിടിച്ച് ചില ഗ്രാമങ്ങളിൽ ഇന്നും ആ പ്രഭാഷണ പരമ്പര നടന്നുവരുന്നുണ്ട്. ദൈവം നൽകിയ സ്വരമാധുര്യത്തിൽ ഹിന്ദി വരികൾ ഉൾപ്പെടുത്തിയും പാട്ടുപാടിയും നീട്ടിവിളിച്ചും ജനങ്ങൾക്ക് അവിശ്വസനീയമായ ചില കഥകൾ പറഞ്ഞുകൊടുത്ത് മനസ്സിൽ സ്ഥാനം നേടിയവർ ഇന്ന് സമുദായത്തെ ചൂഷണം ചെയ്യുകയാണ്. നല്ല ഉദ്ദേശം വെച്ച് ജനങ്ങൾ നടത്തുന്ന പ്രഭാഷണ പരമ്പരക്ക് ഇവരെ വിളിച്ചാൽ മഹലിനും അത് നടത്തിയവർക്കും മിച്ചമൊന്നും വരാതെ
കടം മാത്രം ബാക്കിയാകുന്ന ഒരു കാഴ്ചയും ഇന്ന് കണ്ടുവരുന്നുണ്ട്. എന്തെങ്കിലും നല്ല ഉദ്ദേശം വെച്ചാണ് മഹല്ല് കമ്മിറ്റികളും സാധാരണക്കാരും സംഘടനകളും ചെറുപ്പക്കാരുമൊക്കെ പ്രഭാഷണ പരമ്പരകൾ സംഘടിപ്പിക്കാറുള്ളത്. മതം പറയാൻ നോട്ടുകെട്ടുകളുടെ പിൻബലം വേണമെന്നാണ് പുതിയ മതപ്രഭാഷകർ പറയാതെ പറയുന്നത്. മാന്യമായ പള്ളിയുണ്ടാക്കാനും കഷ്ടപ്പെട്ട് മതപ്രഭാഷണം നടത്തുന്നവരുടെ മുമ്പിൽ പ്രഭാഷണത്തിന്റെ പേരിൽ വിലപേശുകയാണ് പുതിയ കാലത്തെ മതപ്രഭാഷകർ. അതിന് തെക്കെന്നോ മലബാറെന്നോ യാതൊരു വ്യത്യാസവുമില്ല. തട്ടമിട്ട മുസ്ലിയാരും തട്ടമിടാത്ത മുസ്ലിയാരും അതിൽ തുല്യരാണ്. സിനിമാ വ്യവസായം പോലെ കോൾ ഷീറ്റും ഫ്ലെക്സ് ബോർഡുകളും DTS ശബ്ദ സംവിധാനവും സർവ്വസാധാരണമായി വയലു പരമ്പരകളിൽ. സോഷ്യൽ മീഡിയയിലേക്ക് വരെ ഇത്തരത്തിലുള്ള വാളുകൾ വളർന്നു. സംസ്ഥാനത്ത് നിന്ന് അന്തർ സംസ്ഥാനത്തേക്കും വിദേശത്തേക്കും ബുക്കിംഗ് നീണ്ടു. മനുഷ്യക്കടത്തും അറബിക്കല്യാണവും സമുദായത്തെ കൊത്തിപ്പറിച്ചപ്പോൾ മാനേജർമാരെയും ബുക്കിംഗ് ഏജന്റുമാരെയും നിയമിച്ച് പ്രഭാഷകർ പ്രമാണിമാരുടെ അന്തഃപുരങ്ങളിൽ ഉണ്ടുകുളിച്ച് അന്തിയുറങ്ങി. മുസ്ലിം ജനസംഖ്യ കേരളത്തിൽ കൂടുതൽ വടക്കൻ ജില്ലകളിലാണെങ്കിലും പ്രഭാഷണ സ്പെഷ്യലിസ്റ്റുകളായ മൗലവിമാർ ഭൂരിഭാഗവും തെക്കൻ കേരളത്തിലായിരുന്നു എന്നത് വസ്തുത തന്നെയാണ്. പരമ്പരാഗത വാദ ശൈലിക്ക് ഏറെ മാറ്റം വന്നിട്ടുണ്ട്. കേവലം മതപ്രസംഗത്തെ പണ്ഡിതോചിത പ്രഭാഷണമാക്കി മാറ്റുന്നതിൽ പുതിയ കാലത്തെ പ്രഭാഷകർ വിജയിച്ചിട്ടുമുണ്ട്. പ്രഭാഷകരെ വളർത്തിയെടുക്കുകയും പ്രഭാഷണം മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്ന പുതിയ രീതിയാണ് മതരംഗത്ത് കണ്ടുവരുന്നത്. മതപ്രഭാഷണവും പ്രൊഫഷണൽ സ്വഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു. മതത്തെ വിറ്റ് കാശാക്കുന്ന പണ്ഡിത വേഷധാരികൾ അവർ ആരാണെങ്കിലും അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. വിശ്വാസത്തെ ചൂഷണം ചെയ്താണ് മുസ്ലിങ്ങളെ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂ ജനറേഷൻ മതപ്രഭാഷണങ്ങളുടെ ആകെത്തുക പരിശോധിച്ചാൽ വിശ്വാസികളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനും പ്രലോഭിപ്പിച്ച് കൂടെ നിർത്താനുമുള്ള ശ്രമമാണ് അതെന്നാണ് വിലയിരുത്താൻ കഴിയുക. പ്രഭാഷണത്തിന്റെ 2 മണിക്കൂർ കഴിയുമ്പോൾ ശ്രോതാവിന് ലഭിക്കുന്ന അറിവ് തുലോം തുച്ഛമാണ്. പക്ഷേ ഒരു കലാസ്വാദനം